സാർ, ഈ നന്ദഗോവിന്ദ ഭജൻസ് വേടൻ ഇടയ്ക്ക് ഈ പാട്ടൊക്കെ പാടി സർക്കാരിനെയും RSSനെയും ഒക്കെ ഇങ്ങനെ സർക്കാരിനെ പൊഴുത്തുകയും RSSനെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ സംഘടനയാണ് RSS എന്നൊക്കെ പറഞ്ഞ് BJP ഒക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ RSS കൊണ്ടുവന്ന ഒരു ഭജൻസ് ആണ് നന്ദഗോവിന്ദം ഭജൻസ് എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? എന്തോന്ന് വേടൻ യാര് അവൻ എന്താ ചുമ്മാ വേടനെ ചുമ്മാ കുറെ പേര് ഇവിടെ ആളാക്കിയത് ഹിന്ദു മതത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ആയുധമായിട്ട് അവനെ പാവപ്പെട്ട ആ വേടനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവനെന്തോ റാപ്പ് പാപത്തത്തിന് ചൊല്ലിപ്പോയി. അത്രേ ഉള്ളൂ. റാപ്പ് എന്ന് പറഞ്ഞ് ഈ റാപ്പും പിന്നെ ആ തെറി എല്ലാം കൂടെ കേട്ടപ്പോൾ ഒരു കാര്യമായി കുറെ സംഘങ്ങൾ, യുവജന സംഘങ്ങൾക്ക് അവർക്ക് ഇങ്ങനെ നെഗറ്റീവ് കാണാനാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എല്ലാം മുഴുവനും വേണ്ടേ. അപ്പൊ സഹിക്കൂല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കണ്ട് ഇവൻ അങ്ങനെ റാപ്പും കൂടെ ചവിട്ടി കഴിഞ്ഞ് ചുമ്മാ മുടിയും കരിച്ചിട്ട് ഇവനെ അങ്ങ് വലിയൊരു പരിവേഷം കൊടുത്ത് ചിലർക്കൊക്കെ ഇവനൊരു ഭ്രമകൽപ്പന വന്നിട്ട് ഇവനെ വിളിച്ചിടത്തോട്ട് ചെന്നതോടുകൂടി ഇവൻ്റെ കഴിഞ്ഞു. സകലതും തീർന്നു. ആസ്ഥാന ഗായകൻ്റെ എല്ലാ പരിവേഷവും കഴിഞ്ഞപ്പോൾ വേടൻ എവിടെ ഇപ്പോൾ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. അതാണ് മനസ്സിലായി. ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വനവാസം നടത്തുകയാണ്. ശരിയായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇന്ന് വന്നു തീർന്നു. ഇന്നലെ കുരുത്തത് തീർന്നു. അത് അവസാനിച്ചു കഴിഞ്ഞു. കെട്ടടങ്ങി കഴിഞ്ഞു. മനസ്സിലായില്ലേ? എരിഞ്ഞടങ്ങി. അതാണ് അത്രേ ഉള്ളൂ. ഈ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് പരിശോധിച്ചപ്പോ നോക്കിയപ്പോ ഒന്ന് ഗവേഷണം നടത്തി. കാരണം ഞങ്ങളുടെ നാടിന് ചുറ്റുമുള്ളതാണ് ഇത്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയും? അതുകൊണ്ട് ഞാനൊന്ന് ഗവേഷണം ആഴത്തിൽ നടത്തി നോക്കിയപ്പോൾ 25 വർഷം മുമ്പേ ഇത് ആരംഭിച്ചതാണ് കോട്ടയത്തിൻ്റെ മണ്ണിൽ 25 വർഷം മുമ്പ് ആരംഭിച്ച ഒരു ഭജന സംഘമാണ്. ആദ്യമൊക്കെ ഇവർ ഈ ഗഞ്ചിറയൊക്കെ എടുത്തുകൊണ്ട് പോയി പാടാൻ പോവായിരുന്നു വീടുകളിലും അമ്പലങ്ങളിലും. അവർക്ക് ഇതുപോലെ ക്ഷണമോ പോപ്പുലാരിറ്റിയോ ഒന്നുമില്ല. ആരും അറിയത്തുമില്ല അവരെ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ക്രമം അവർ ഓരോരോ പിന്നെ ഈ സംഗീത ഉപകരണങ്ങൾ ഇംപ്രൊവൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്തു. ഭജനത്തിന് അവർ ഇംപ്രൊവൈസേഷൻസ് കൊടുത്തു. ആ പുതിയ ടൂൾസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് വലിയ ഒരു സംഗീതാത്മകതയുണ്ടായി. പോപ്പുലാരിറ്റി വർദ്ധിച്ചു. ഇതിനിടയ്ക്ക് അവർക്ക് കാനഡ, ദുബായ് പല സ്ഥലങ്ങളിൽ ജോലി കിട്ടിയെങ്കിലും വളരെ ഡിവോട്ടഡായിട്ട് ഇവരെ ഇതിൽ ലീവ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാര്യങ്ങൾ തുടർന്നും ചെയ്തു. ഇതിനിടയ്ക്ക് 4-5 പേരാണ്. അവരുടെ പേര് ഞാൻ പറയാം പിന്നെ മറന്നുപോകും. അതായത് ഏറ്റവും കോട്ടയത്തിന് ചുറ്റുമാണ് ഇവരുടെ. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ ഹരികൃഷ്ണൻ മാന്നാറുകാരനാണ്. കോട്ടയത്തിനടുത്ത് തന്നെ വരും. മാന്നാർ എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിനടുത്താണ്. അതുപോലെ നവീൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഒരു ലീഡറായിട്ട് നമ്മൾ കരുതുന്നത്. അദ്ദേഹം കോട്ടയത്തുകാരൻ തന്നെയാണ്. കോട്ടയം ടൗണിൽ തന്നെയുള്ളയാളാണ്. പിന്നെ ഒരു അഖിൽ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം കുമാരനെല്ലൂർ എന്ന് പറയുന്ന കോട്ടയത്തിന് അകത്ത് തന്നെയുള്ള കുമാരനെല്ലൂർ, കോട്ടയം ജില്ലയിൽപ്പെട്ട കുമാരനെല്ലൂർ എന്നുള്ള സ്ഥലത്താണ്, ഏറ്റുമാനൂരിനടുത്തുള്ള സ്ഥലം. പിന്നെ ഒരു ഹരികൃഷ്ണൻ തിരുവഞ്ചൂർക്കാരനാണ്. പിന്നെ തിരുവഞ്ചൂർക്കാരൻ മറ്റൊരാളും കൂടെ ഉണ്ട്, സിദ്ധാർത്ഥ്. പിന്നെ ഒരു രാജേഷ് എറണാകുളംകാരനാണ്. ഇത്രയും പേരാണ് അതിനകത്തുള്ളത്. ഇത്രയും പേരുടെ ഈ വേറൊരു കാര്യം കൂടെ ഞാൻ ഒരു കറക്ഷൻ കൂടെ പറയും. കോട്ടയം എന്ന് പറഞ്ഞ ആള് പിന്നെ നവീൻ, അദ്ദേഹം കോട്ടയത്തിൽ തന്നെ അവിടെ ഈ മംഗളം ഓഫീസൊക്കെ ഇടിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, നട്ടാശ്ശേരി എന്ന് പറയും. നട്ടാശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇത്രയും പേരാണ് ഇതിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആരും ലീഡർമാരൊന്നുമില്ല, എല്ലാവരും തുല്യരായിട്ട് കണക്കാക്കുന്നുവെങ്കിലും നവീനാണ് ഇതിൻ്റെ കാര്യത്തിൽ കുറെ കൂടെ സീനിയർ ആയിട്ടുള്ള ആൾ. നവീനാണ് ഈ കോണ്ടാക്ട് പ്രകാരം അവരുടെ കോണ്ടാക്ട് നമ്പർ ഉപയോഗിച്ച് പുതിയ ആളുകളെ ഇൻഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിലേക്ക് ആരും അപേക്ഷിക്കേണ്ടതില്ല. പക്ഷെ പുതിയ ആളുകളെ നല്ല പാട്ടുകാരെന്ന് കണ്ടു കഴിഞ്ഞാൽ, ശബ്ദത്തിന് ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇൻഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം പഠിച്ചവരല്ല മുഴുവൻ പേരും, പഠിച്ചവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. നല്ല ശബ്ദത്തോടു കൂടി അതുപോലെ തന്നെ നല്ല സ്വഭാവത്തോടു കൂടിയും വരുവാണ്. അതാണ് വേടന്റെ രീതിയിലല്ല, തോന്നിയാസമല്ല, അരാജകത്വമല്ല, പീഡനമല്ല പരിപാടി. മര്യാദയ്ക്ക് സ്വഭാവത്തിന്റെ അതെ ഇത് സംഗീതത്തിന്റെ സംശുദ്ധി കാത്തുകൊണ്ടാണ് ഇവർ പോകുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും മികച്ച ഒരു കാര്യം.
ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മൻ കി ബാത്തിൽ പറഞ്ഞു. ഈ കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല, ഇന്ത്യ മുഴുവൻ ഈ ഭജൻ സംഘങ്ങൾ ഇങ്ങനെ സ്വയം ഒരു പുതിയ ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ആകൃഷ്ടരാവുകയും ചെയ്യുകയാണ്. കാരണം ഈ കാലഘട്ടത്തിലെ ഈ വേടൻ പാട്ടുകൾ, റാപ്പുകൾ, ഇതുള്ള പാശ്ചാത്യ അധിനിവേശങ്ങളോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമ്മുടെ ഭക്തി പ്രസ്ഥാനം, ഇന്ത്യൻ ചരിത്രത്തിൽ ഭക്തി പ്രസ്ഥാനം എങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും സഹായിച്ചു, അതുപോലൊരു പ്രസ്ഥാനമായിട്ട് വരികയാണ്. ഇതിനെതിരെ നമ്മുടെ നാടിനെ വിഭജിക്കാനുള്ള വേടന്മാരുടെ ശ്രമങ്ങൾക്കും അവർക്ക് കൈയടിക്കുന്നവരുടെ ബുദ്ധിജീവികളുടെ ശ്രമങ്ങൾക്കുമെതിരെ ആ പ്രസ്ഥാനമായിട്ട് വരിക. ഇത് RSS ഒന്നും സ്ഥാപിച്ചതല്ല, സ്വയംഭൂവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്തി പ്രസ്ഥാനം പോലെ. എത്ര ചെറുപ്പക്കാരാണ് ഇതിന്റെ സദസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ നോക്കൂ, ജാതിയോ മതമോ ഇല്ല ഇതിന്. അതുകൂടെ പറയാം, ഇവര് ഉഗാണ്ടയിൽ പോയിട്ടുണ്ട്, കെനിയയിൽ പോയിട്ടുണ്ട് ബുക്കിംഗ് അനുസരിച്ച്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ സദസ്സിൽ 50% പേര് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആ ഹിന്ദുക്കളുടെ പാട്ടുകളും ഭജനങ്ങളും കേട്ടിട്ട് ആസ്വദിച്ച് അവിടെ തന്നെ ഇരുന്നു, എണീറ്റ് പോകാതെ, അസഹ്യതയില്ലാതെ സഹിഷ്ണുതയോടുകൂടി ഇരുന്നു. അതാണ് അവരുടെ ആ എന്താ പറയുന്ന മതനിരപേക്ഷതയുടെ ഉദാഹരണമാണത്. എന്നിട്ട് അവർ പറഞ്ഞു, യഹൂദിയ എന്നൊരു പാട്ടുണ്ട്, യഹൂദിയ ക്രിസ്ത്യാനികളുടെ പാട്ട്, ആ യഹൂദിയ പാട്ടൊന്ന് പാടണമെന്ന് പറഞ്ഞു. ഇവരത് പാടി. അവിടെ വെച്ച് വമ്പിച്ച കൈയടിയും പ്രോത്സാഹനവുമാണ് ഇവർക്ക് കൊടുത്തത്. മതസ്പർദ്ധ എന്ന് പറയുന്ന ഇവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. യഹൂദിയ ക്രിസ്ത്യാനികളുടെ കാണും ഭജന മോഡൽ, അതും ചൊല്ലി അവരുടെ അഭ്യർത്ഥന പ്രകാരം. അങ്ങനെ വേറൊരു കാര്യം കൂടി, മതനിരപേക്ഷതയുടെ മമ്മൂട്ടി, നമ്മുടെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയില്ലേ, മമ്മൂട്ടി ഇവരുടെ പാട്ട് കേട്ട് ഇവരെ നേരിട്ട് വിളിച്ച് അങ്ങോട്ട്, നിങ്ങളുടെ പാട്ടുകളൊക്കെ കൊള്ളാം കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഒരിക്കൽ ദുബായിൽ ഇവർ പരിപാടി അവതരിപ്പിക്കാൻ പോയപ്പോൾ മമ്മൂട്ടി ഇവരോടൊപ്പം നിന്ന് സെൽഫി എടുത്തു. ഇവർ പറയുന്നത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായിട്ടുള്ള, ധന്യയുടെ കാര്യമല്ലേ, ധന്യമായിട്ടുള്ള നിമിഷമാണിതെന്ന് പറഞ്ഞു. എന്തൊരു രോമാഞ്ചമായിരിക്കും അത്. നമ്മൾ എല്ലാവരും സ്വപ്നം പോലും കൊതിക്കുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ പോലെ ഇവർ തുടർന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഭജനയും പാടി നടന്നാൽ ഞങ്ങൾ പഴഞ്ചനായ കുറേ പിള്ളേരെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഇതുപോലെ ഞങ്ങൾക്ക് ലോകമെമ്പാടും പ്രസിദ്ധി കിട്ടുമെന്ന്, യശസ് കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത്. ഭക്തി കൊണ്ട്, ഭക്തി ഗാനങ്ങൾ കൊണ്ട്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത് തോന്നുന്നത്, ഈ നമ്മുടെ സ്റ്റാർട്ടപ്പുകളിൽ ഇന്ത്യ വളരെ ലോകത്തിലെ 3ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ആ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ആർട്സിനും സ്റ്റാർട്ടപ്പ് ആകാം, സംഗീതത്തെ, നമ്മുടെ ഭജനയെ. നമ്മളെല്ലാം എന്നെ മറന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സിനിമാറ്റിക് ഡാൻസ് അല്ലേ നടക്കുന്ന അമ്പലങ്ങളിൽ, ഭജനയുണ്ടോ? ഇല്ലല്ലോ. വളരെ അപൂർവമായിട്ട് മാത്രമേ ഭജന. ആ ഭജനയെ ഈ ഒരു വിധാനത്തിലേക്ക്, ലോക സ്റ്റേജിലേക്ക്, ലോകവേദിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഇവരുടെ ഇംപ്രവൈസേഷൻ കൊണ്ടാണ്. ആ ഭജനയ്ക്ക് ഇവർ പുതിയ ടൂൾസ്, ഉപകരണങ്ങൾ, അതിൻ്റെയൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ട് മനോഹരമായൊരു ലോകം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവസാനമായിട്ട് ഇവരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സോങ് യേശുദാസ് പാടിയ ഒരു പാട്ടാണ്, രാധതൻ പ്രേമത്തോടല്ല, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഒന്നുകൂടെ, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഇത് യേശുദാസ് ഒറ്റയ്ക്ക് ചൊല്ലുന്നതിനേക്കാളും ഒരു ഭജനയായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് ഇത് ചൊല്ലുമ്പോൾ അതിന് വേറൊരു പാട്ടാണ്. അത് ഇവര് പാടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു യേശുദാസ് പാടിയതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വീകരിച്ചത് ഇവര്. കാരണം ആ പാട്ടൊക്കെ ഇവരെ പാട്ടൊക്കെ ഞാൻ സ്ഥിരം നമ്മള് യൂട്യൂബിലെടുത്ത് കാണും. കാരണം അത് കേൾക്കാൻ, കാരണം ഇവരെ കൂടെ ആ സദസ്സിൽ ഇരിക്കുന്നവരും പാടും. അപ്പൊ നമുക്കത് ഇവര് പാടുമ്പോൾ നമ്മൾ അവരെ കൂടെ, നമ്മളൊക്കെ പാട്ട് പാടിയ പറയുന്നത് പോലെ ഇരിക്കും, ഞാനൊക്കെ പാടിയ വാക്കുകൾ പറയുന്നത് പോലെ ഇരിക്കും പാടുന്നത്. പക്ഷെ ഇവര് പാടുമ്പോൾ നമ്മളും പാടുമ്പോ നമ്മളെന്തോ അതിലേക്ക് ലയിച്ച് പാടുമ്പോൾ നമുക്ക് തോന്നുന്നു. അതാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. യേശുദാസ് നല്ല, ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല ഒരു പാട്ടുകാരനാണ് ഒരാളാണ്. പക്ഷേ യേശുദാസ് പാടുന്നതിനേക്കാൾ മനോഹരമായി റെൻഡർ ചെയ്യുന്നു
ഗ്രൂപ്പായിട്ട് ഇവർ ചൊല്ലുന്നു. അതാണ് ഗ്രൂപ്പിന്റെ ഒരു ഇഫക്റ്റ്. സദസ്സിനെയും കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടെ കയ്യിലെടുത്തുകൊണ്ട് പാടുമ്പോൾ അവരും അത് ഏറ്റു പാടുന്നു. ഒരു സിനിമാ പാട്ടൊക്കെ മറ്റുള്ള ഈ ഭജൻസിൽ സദസ്സിലിരിക്കുന്നവർ ഏറ്റു പാടുക എന്ന് പറയുന്നത് അതൊരു വലിയ അംഗീകാരമാണ്. അതെ അതെ. അപ്പൊ ഇനി നമ്മുടെ നാട്ടിൽ പാട്ട് എന്തിനു സാറേ ഇപ്പൊ ന്യൂജൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവര് പറഞ്ഞപ്പോഴേ ഞാനിത് അറിയുന്നത് ഈ രാധതൻ പ്രേമത്തോടാണോ ആ പാട്ട്. അപ്പൊ ഞാൻ ആ യേശുദാസൻ അല്ല, അതിന്റെ പുതിയ വർഷം വന്നിട്ടുണ്ട്, കണ്ടില്ലേന്ന് ചോദിച്ചാൽ അവന് പുതിയ വർഷം. അപ്പൊ ഞാൻ കരുതി ഈ റിമിക്സ് പോലെയൊക്കെ അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുതിയ മോഡൽ ഇറക്കി കാണാം. അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിരഞ്ജൻ, നമ്മുടെ എഡിറ്റർ നിരഞ്ജനാണ് എനിക്കത് അയച്ചു തന്നത്. നമ്മുടെ നിരഞ്ജൻ അങ്ങനെയാണ് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയും ഉണ്ടോ. പിന്നെ അതിലോട്ടൊരു അഡിക്ഷൻ പോലെയാണ് ഇപ്പൊ ഇവരുടെ ഭജൻസ് കേൾക്കാൻ. അത് ശരി, അങ്ങനെയാണ്. ആ ഗ്രൂപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു എഫക്റ്റാണ്. ആ ഒരു എഫക്റ്റിന്റെ ഫലമായിട്ട് ഇത് ഈ നമ്മുടെ ഈ ഭക്തിഗാനങ്ങൾ, നമ്മുടെ ഈ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണനും രാധയും ഒക്കെ തന്നെ ലോകമെങ്കാടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് രാസലീല നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. നന്ദഗോവിന്ദം ഭജൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഈ ടോക്കോട് കൂടി മാറിയിട്ടുണ്ട് എന്ന് കഴിയുന്നു. ഇതുപോലുള്ള ഒരു പ്രസ്ഥാനങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശ്രീകൃഷ്ണനെ പോലെ സംഭവാമി യുഗ എന്ന് പറയുന്നത് ആളുകളല്ല, പ്രസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ്. വേടനെ പോലുള്ളവർ ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞ നമ്മുടെ സംഗീത സംസ്കാരത്തെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടും ഇത് പടർന്നു പന്തലിക്കുകയാണ്, ചെറുപ്പക്കാരെ ആവേശിക്കുകയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.